അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ 3 പ്രധാന ആണവ നിലയങ്ങളായ ഫോർദോ, നാറ്റാൻസ്, ഇസ്ഫഹാൻ എന്നിവയ്ക്കെതിരെ US സൈന്യം വിജയകരമായ ആക്രമണങ്ങൾ നടത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ഇറാൻ മാധ്യമങ്ങളും സർക്കാർ ഏജൻസികളും ഈ ആക്രമണങ്ങളുടെ തീവ്രതയെ നിസ്സാരവൽക്കരിക്കാനും കേടുപാടുകൾ പരിമിതമാണെന്ന് ചിത്രീകരിക്കാനും ശ്രമിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സംഭവം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം 2025 ജൂൺ 13 മുതൽ ഇസ്രായേൽ ഇറാൻ ആണവ നിലയങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു. ഇറാൻ ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഈ സംഘർഷം ഒരാഴ്ചയിലേറെ നീണ്ടുനിന്നതോടെ അമേരിക്ക നേരിട്ട് ഇടപെടുകയായിരുന്നു. ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടെ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടെങ്കിലും ട്രംപ് അന്ന് ആക്രമണത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ ഇന്നലെ US B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദോയിലും നാറ്റാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലും 30 ടൊമാഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. 2028 ട്രംപ് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ICPOA എന്ന ഇറാൻ ആണവ കരാറിൽ നിന്ന് US-നെ പിൻവലിച്ചിരുന്നു. എന്നാൽ 2025 വീണ്ടും അധികാരത്തിൽ വന്ന ട്രംപ് ഇറാനുമായൊരു പുതിയ ആണവ കരാർ രൂപപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഈ ചർച്ചകൾ പുരോഗമിക്കാത്തതിനാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങി. ഇനി നമുക്ക് ആക്രമണങ്ങൾ നടന്നു എന്ന് പറയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഫോർദോ എന്നാൽ പർവ്വതത്തിനുള്ളിൽ 90 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന യുറാനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. ഇറാൻ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമാണിത്. അമേരിക്കയുടെ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഈ ഭൂഗർഭ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടാണ് അവർ ഉപയോഗിച്ചത്. ഇനി നാറ്റൻസ്. യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ പ്രധാന കേന്ദ്രമായ നാറ്റൻസ് മുമ്പും ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇനി ഇസ്ഫഹാൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആണവ ഗവേഷണവും യുറേനിയം ഫിൽട്രേഷനും നടക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. അമേരിക്ക B-2 ബോംബറുകൾ ഉപയോഗിച്ച് 30,000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വിന്യസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ 400 മൈൽ അകലെ നിന്നും US നാവികസേനയുടെ സബ്മറൈനുകൾ 30 ടോമാഹോക്ക് മിസൈലുകൾ വിക്ഷേപിച്ചു. ട്രംപിന്റെ അവകാശവാദം ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ ഇറാന്റെ പ്രതികരണം, ഇറാൻ ആണവോർജ ഏജൻസി അഥവാ AEOI ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് റസ ഖർദാൻ ആക്രമണങ്ങൾ ക്രിമിനൽ ആക്ട് എന്ന് വിശേഷിപ്പിച്ചെങ്കിലും ആണവ ചോർച്ചയിലെന്നും സംഭവ സ്ഥലത്ത് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. ഫോർദോയിൽ 2 തുരങ്കങ്ങൾക്ക് മാത്രം കേടുപാടുകൾ സംഭവിച്ചതായി സർക്കാർ നിയന്ത്രിത TV ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. US-ന്റെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ സാരമായി തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ഇറാന്റെ നിസ്സാരവൽക്കരണം ആഭ്യന്തര പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള പ്രചാരണമാണോ അതോ യഥാർത്ഥ കേടുപാടുകളുടെ പരിമിതി സൂചിപ്പിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല. ട്രംപിന്റെ സൈനിക നയതന്ത്ര സമീപനം, അതുപോലെ നെതന്യാഹുവിൻ്റെ ശക്തമായ നിലപാട്, ഹമാസിൻ്റെ ഇറാൻ പിന്തുണയുള്ള പ്രതികരണങ്ങൾ എന്നിവ മിഡിൽ ഈസ്റ്റിനെ ഒരു നിർണായക വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ സമയം ഇറാൻ തിരിച്ചടിച്ചതായും 10ഓളം ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെ സാരമായി തന്നെ ബാധിക്കും. യുദ്ധം കൂടുതൽ വ്യാപിച്ചാൽ അത് ഗൾഫ് രാഷ്ട്രങ്ങളെയും പ്രത്യേകിച്ച് പ്രവാസികളെയും സാരമായി തന്നെ ബാധിക്കും. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.